LPG KYC നിർബന്ധം ഓഗസ്റ്റ് 15-നകം ചെയ്യേണ്ടതുണ്ട്. എല്ലാ LPG ഉപഭോക്താക്കളും അറിയേണ്ട പ്രധാന വിവരം. നമസ്കാരം സുഹൃത്തുക്കളെ, വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓരോ LPG ഗാർഹിക സിലിണ്ടർ ഉപഭോക്താവും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് എന്നിവയിൽ ഏതെങ്കിലും കമ്പനിയുടെ ഗാർഹിക LPG കണക്ഷൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. പലർക്കും ഒരു സന്ദേശം ലഭിച്ചിട്ടുണ്ടാകും. അതിൽ പറയുന്നത് KYC പൂർത്തിയാക്കണം എന്നാണ്. പക്ഷേ എല്ലാവരും ചെയ്യണമോ? അവസാന തീയതി എന്താണ്? ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും? വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുമോ? ഗ്യാസ് ഏജൻസിയിൽ പോകേണ്ടതുണ്ടോ? ഇതെല്ലാം വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം KYC എന്താണെന്ന് മനസ്സിലാക്കാം. KYC എന്നത് ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ എന്നതാണ്. അതായത് നിങ്ങളുടെ LPG കണക്ഷൻ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ പേരിലാണോ, ഇപ്പോഴും ആ വ്യക്തി തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നത് സ്ഥിരീകരിക്കുന്ന പ്രക്രിയയാണിത്. ഇത് ആധാർ വിവരങ്ങളും ബയോമെട്രിക് പരിശോധനയും ഉപയോഗിച്ചാണ് പൂർത്തിയാക്കുന്നത്. കമ്പനികൾ പറയുന്നതനുസരിച്ച് വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും സബ്സിഡി യഥാർത്ഥ ഉപഭോക്താവിന് ലഭിക്കാനും വേണ്ടിയാണ് ഈ നടപടികൾ. ഇപ്പോൾ എന്താണ് പുതിയ അപ്ഡേറ്റ്? പൊതുമേഖല LPG കമ്പനികൾ പല ഉപഭോക്താക്കൾക്കും KYC പൂർത്തിയാക്കാൻ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദേശങ്ങളിൽ ഓഗസ്റ്റ് 15-നകം KYC പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു. ചില ഗ്യാസ് ഏജൻസികളും ഉപഭോക്താക്കളെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സന്ദേശം ലഭിച്ചവർ അത് അവഗണിക്കാതെ എത്രയും വേഗം KYC പൂർത്തിയാക്കുന്നതാണ് നല്ലത്. ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. KYC ചെയ്യാത്താൽ ഗ്യാസ് സിലിണ്ടർ കിട്ടില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. കമ്പനികൾ ഉപഭോക്താക്കൾക്ക് അയക്കുന്ന സന്ദേശങ്ങളിൽ നിശ്ചിത സമയത്തിനകം ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കാത്തവർക്ക് ഗാർഹിക സിലിണ്ടറുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈകിക്കാതെ പൂർത്തിയാക്കുക. KYC എങ്ങനെ ചെയ്യാം? KYC ചെയ്യാൻ പ്രധാനമായും 3 മാർഗങ്ങളുണ്ട്. ഒന്നാമത്, നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോകാം. രണ്ടാമത്, ബന്ധപ്പെട്ട LPG കമ്പനിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഉപയോഗിക്കാം. ഓൺലൈൻ ചെയ്യുമ്പോൾ ആധാർ ഫേസ് RD ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരാം. മൂന്നാമത്, ഗ്യാസ് സിലിണ്ടർ വീട്ടിലെത്തിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ വിതരണ ജീവനക്കാരുടെ സഹായത്തോടെയും ബയോമെട്രിക് അപ്ഡേഷൻ നടത്താൻ സൗകര്യമുണ്ട്. ആവശ്യമായ രേഖകൾ KYC ചെയ്യുമ്പോൾ സാധാരണ ആവശ്യമായി വരുന്നത്: 1 ആധാർ കാർഡ്, 2 LPG കൺസ്യൂമർ നമ്പർ, 3 രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, 4 ബയോമെട്രിക് അല്ലെങ്കിൽ ഫേസ് ഓതറൈസേഷൻ. സംശയങ്ങൾക്ക് നിങ്ങൾക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ KYC പൂർത്തിയായോ എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയെ നേരിട്ട് ബന്ധപ്പെടുക. അല്ലെങ്കിൽ കമ്പനിയുടെ ഔദ്യോഗിക ആപ്പിലോ ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാം. ടോൾ ഫ്രീ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വീട്ടിലോ ബന്ധുക്കളിലോ LPG ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. കാരണം പലർക്കും ഈ വിവരം ഇതുവരെ അറിയില്ല. ഇത്തരത്തിലുള്ള ജോലി വാർത്തകൾ, സർക്കാർ അറിയിപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്നിവ ദിവസവും ലഭിക്കാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.